ഉണ്ണി മുകുന്ദനെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ. അടുത്തിടെ റിലീസായ ഏതാനും ചിത്രങ്ങളിൽ അധിക സംഭാഷണങ്ങളോ അഭിനയിക്കാൻ പ്രത്യേക അവസരമോ ഇല്ലാതിരുന്നതിന് ട്രോളന്മാരുടെ നിശിത വിമർശനം കേട്ട നിഖില വിമൽ എല്ലാ ആരോപണങ്ങളെയും പൊട്ടിച്ചെറിയുന്നു ഈ ചിത്രത്തിൽ. സ്ത്രീ പ്രേക്ഷകരാണ് കൂടുതൽ ആകർഷിക്കുകയെങ്കിലും ഗെറ്റ് സെറ്റ് ബേബി എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാകും. ഒരു കുടുംബത്തിന് മനസ്സിലാകുന്നതിനപ്പുറത്തുള്ള ഗഹനതയൊന്നും ഗെറ്റ് സെറ്റ് ബേബിയിൽ പറയുന്നില്ല. വളരെ ലളിതമായി എന്നാൽ വ്യത്യസ്തമായി പറയാൻ ശ്രമിക്കുന്നു. പുരുഷ ഗൈനക്കോളജിസ്റ്റിനെ അവതരിപ്പിച്ച് പ്രമേയത്തിലും വ്യത്യസ്തത പുലർത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ടൈറ്റിലും കൗരവരുടേതല്ലാത്തൊരു കൗരവ ജനനകഥയും പറഞ്ഞു തുടങ്ങുന്ന സിനിമയ്ക്ക് പ്രമേയം പോലെ വളരെ തെളിച്ചമുള്ള ഫ്രെയിം പാറ്റേണും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്നത് എക്കാലവും ദുഃഖം മാത്രമല്ല അപരാധവും കൂടിയാണെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതിൽ IVF ക്ലിനിക്കുകൾക്ക് വലിയ പങ്ക് വഹിക്കാനായിട്ടുണ്ട്. എന്നാൽ ഇത്തരം ക്ലിനിക്കുകൾ അത്തരം സാഹചര്യങ്ങളെ മുതലെടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതും പലപ്പോഴും പുറത്തു വരാറുണ്ട്. ഈ സാധ്യതകളെല്ലാം ചേർത്താണ് ഗെറ്റ് സെറ്റ് ബേബി പിറന്നിരിക്കുന്നത്. നാളും മുഹൂർത്തവും ഒക്കെ നോക്കി ചേരുമ്പടി ചേർന്നാലും കുട്ടികൾ ജനിക്കണമെന്നില്ല. യാന്ത്രിക പ്രവർത്തനങ്ങളും ഫലം കാണാനുള്ള വഴിയാകണമെന്നില്ല. ആഗ്രഹം, സ്വപ്നം, പ്രവർത്തനം, ചികിത്സ എന്നിവയോടൊപ്പം ദൈവത്തിൻ്റെ പാതയും കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്ന ബീജവും അണ്ടവും ചേർന്ന് കുഞ്ഞായി പിറക്കാനെന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് കേരളത്തിൽ. മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി ബാച്ചിലെ ഏക ആൺതിരിയായ അർജുനെ കാണുമ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഗർഭിണികൾ വേവലാതിപ്പെടുന്നുണ്ട്. അയാൾ ഡോക്ടറായി എത്തുമ്പോൾ ഗർഭിണികൾ എങ്ങനെ സ്വീകരിക്കുമെന്നത് വലിയ പ്രശ്നമാണ്. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ചാർജ് എടുക്കുന്ന ഡോക്ടർ അർജുന ഗർഭിണികളെ പരിശോധിക്കുന്നതൊഴികെയുള്ള എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്നത് ഇതേ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത പ്രസവമുറിയിൽ പ്രസവമെടുക്കുന്നത് 336 കുട്ടികളെ പുറത്തെടുത്ത കൈപുണ്യമുള്ള വയറ്റാട്ടിയാണ്. ആദ്യകാലത്ത് കുട്ടികളില്ലാത്തവർക്ക് മുമ്പിൽ ദൈവദൂതനെ പോലെ ചിരിച്ചവതരിച്ച ഡോക്ടർ അർജുൻ തൊട്ടിൽ സ്വപ്നം കാണുന്നവരുടെ ആശുപത്രിയിലേക്ക് വളരുകയും താൻ വന്ന വഴി വളരെ എളുപ്പത്തിൽ മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. മെഡിക്കൽ രംഗത്തെ ചൂഷണങ്ങളെയും വ്യാപാര കിടമത്സരങ്ങളെയും വളരെ ശക്തിയോടെയല്ലെങ്കിലും സിനിമ വരച്ചു കാട്ടുന്നുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് മാത്രമല്ല പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ കുട്ടികൾ വേണമെന്ന് കരുതുന്നവരെയും ഈ സിനിമ പരിചയപ്പെടുത്തുന്നു. അഭിനയത്തിൻ്റെയും മോഡലിങ്ങിൻ്റെയും പരസ്യത്തിൻ്റെയും ഉദ്ഘാടനത്തിൻ്റെയും തിരക്കിലറിയുന്ന ചലച്ചിത്ര നടിക്ക് പ്രസവിക്കാനുള്ള 10 മാസം നീക്കിവെക്കുക എന്നത് ചിന്തിക്കാനാവാത്ത കാര്യമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത യുവതിയാകട്ടെ ഗർഭിണിയാകണമെന്നുണ്ട്. പക്ഷേ അതിന് പ്രമുഖ ചലച്ചിത്ര താരത്തിൻ്റെ ബീജമാണ് കിട്ടേണ്ടത്. ഒരുപക്ഷെ സാധാരണക്കാർക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ടെന്ന് ഗെറ്റ് സെറ്റ് ബേബി പറയുന്നു. ലക്ഷങ്ങൾ മുടക്കിയാലും കുട്ടികളില്ലാതിരിക്കുന്നവരും വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഗർഭിണികളാകുന്നതുമൊക്കെ സർവ്വസാധാരണമായ സംഗതികളാണല്ലോ. വാടക ഗർഭപാത്രം എന്ന രീതി ഇന്ത്യൻ നിയമം അനുവദിക്കുന്നില്ലെങ്കിലും അതൊക്കെ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നുണ്ട്. ഈ പ്രമേയം കേന്ദ്രമാക്കി 1989 മോഹൻലാലിനെ നായകനാക്കി ലോഹിതദാസിൻ്റെ രചനയിൽ സിബിമലയിൽ ദശരഥം എന്ന സിനിമ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഈ അടുത്ത് റിലീസായ അൻപോട് കൺമണി എന്ന സിനിമ കുട്ടികളില്ലാത്ത ദമ്പതികളെയാണ് ഏറിയും കുറഞ്ഞും അവതരിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് വേണ്ടി കുഞ്ഞിനെ ജനിപ്പിക്കാൻ മറ്റൊരാളെ ആഗ്രഹിക്കുന്ന ഒരാളുടെയും കുട്ടികളില്ലാത്തതിന് നിരന്തരം സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരെയും ചിത്രീകരിച്ചവയാണ് ഈ സിനിമകൾ. ഗെറ്റ് സെറ്റ് ബേബി ആകട്ടെ ഈ രംഗത്തുള്ള ഡോക്ടറുടെ കഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിഖില വിമൽ വളരെ ഹൃദ്യമായി അഭിനയിച്ചിരിക്കുന്ന സിനിമയിൽ പ്രേക്ഷകർക്ക് വേദന തോന്നുന്ന കഥാപാത്രം നഴ്സ് ജാൻസിയായി വന്ന ഗംഗ മീരയുടേതാണ്. തൻ്റെ കഥാപാത്രത്തെ വളരെ ഭംഗിയായി ഗംഗ അവതരിപ്പിച്ചിരിക്കുന്നു. മാർക്കോയിൽ കണ്ട ഉണ്ണി മുകുന്ദനല്ല ഗെറ്റ് സെറ്റ് ബേബിയിലെ ഉണ്ണി മുകുന്ദൻ. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമാകുന്നത് ഇത്തരം കഥാപാത്രങ്ങളായിരിക്കും. സംവിധായകൻ വിനയ് ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു പ്രമേയം ഈ സിനിമയിലൂടെ അവതരിപ്പിക്കാനായി എന്ന നേട്ടമുണ്ട്. രാജേഷ് വൈബിയും അനൂപ് രവീന്ദ്രനും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിക്കുന്നത്. സാം CS-ന്റെ സംഗീതം സിനിമാ കാഴ്ചയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സ്കന്ദ സിനിമാസിൻ്റെയും കിങ്മൻ LLPയുടെയും ബാനറിൽ സുനിൽ ജെയിൽ, സജീവ് സോമൻ, പ്രകാശലി ജെയിൻ എന്നിവർ ചേർന്നാണ് ഗെറ്റ് സെറ്റ് ബേബി നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് രസകരമായി കണ്ടിരിക്കാവുന്ന ഗെറ്റ് സെറ്റ് ബേബി പ്രേക്ഷകരുടെ അനുഭവ പരിസരത്ത് നിന്ന് തന്നെയാണ് ചുറ്റിത്തിരിയുന്നത്. സിനിമയിൽ മെഡിക്കൽ കോളേജ് അധ്യാപിക പറയുന്നത് പോലെ ഗൈനക്കോളജിയുടെ സ്ത്രീപക്ഷ വായന മാത്രമല്ല പുരുഷപക്ഷ വായന കൂടി ഈ സിനിമ കാണിക്കുന്നുണ്ട്.